ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ തമ്പനെയിലിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു പെർഫ്യൂം റിവ്യൂ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് പറയുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോസ് വീണ്ടും വരുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോയിലേക്ക് കിടക്കാം. യൂഷ്വലി ഞാനങ്ങനെ റിവ്യൂസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ പുതിയതായിട്ടൊരു പെർഫ്യൂം വാങ്ങി. അപ്പോൾ അതെനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിവ്യൂ ഇട്ട് കളയാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു ചാനലുള്ളതല്ലേ, നമുക്ക് വീഡിയോസ് ഇടണ്ടേ. അപ്പോൾ ഒരു പെർഫ്യൂം റിവ്യൂ ആണ് കേട്ടോ. എസ്പെഷ്യലി ഞാൻ ഓൾറെഡി നിങ്ങളെ തംബ്നെയിലിൽ ഇട്ടതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി പെർഫ്യൂം റിവ്യൂ ആണ്. സെലിബ്രിറ്റി പെർഫ്യൂംസ് ഞാനൊരു ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫ്യൂംസ് വാങ്ങുകയോ യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്ന ഒരാളല്ല ഇവിടെ വരുന്നത് വരെ. ബട്ട് ഇവിടെ വന്നതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാവരും, പ്രത്യേകിച്ച് നമ്മൾ ഇവിടെയുള്ള ആളുകളുമായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ അവർ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സ്മെല്ല്, ഫ്രാഗ്രൻസ്, അത്തരം കാര്യങ്ങളൊക്കെ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അപ്പം നമ്മൾ എപ്പോഴും നല്ല ഫ്രഷായിട്ട് പ്രസൻറ്റബിളായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. അപ്പം നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ പറയുക, യൂഷ്വലി ഇവിടെയുള്ള എല്ലാവരും പെർഫ്യൂംസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യും. അത് യൂറോപ്പിൽ താമസിക്കുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ നാട്ടിലും എല്ലാവരും പെർഫ്യൂംസൊക്കെ യൂസ് ചെയ്യും. ഞാൻ എൻ്റെ കാര്യമായിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ പെർഫ്യൂംസിന് അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരാളല്ല സ്ഥിരമായിട്ടൊന്നും. അപ്പം ഇവിടെ വന്നിട്ടാണ് ഞാൻ അങ്ങനെ പെർഫ്യൂംസ് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അതിൽ തന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റി പെർഫ്യൂം യൂസ് ചെയ്ത് നോക്കുന്നത്. സെലിബ്രിറ്റി പെർഫ്യൂംസ് ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്നെ പോലെ പെർഫ്യൂംസിനെ പറ്റി വലിയ നോളജൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി കേട്ടോ ഞാൻ പറയുന്നത്. സെലിബ്രിറ്റി പെർഫ്യൂംസ് ഇപ്പോൾ ഈ എസ്പെഷ്യലി ഈ പോപ്പ് സിംഗേഴ്സ് ആയിട്ടുള്ള എല്ലാ സെലിബ്രിറ്റീസിനും അവരുടെ പേരിൽ പെർഫ്യൂംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫ്രാഗ്രൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രിട്നി സ്പിയേഴ്സ്, റിയാന, ജെനിഫർ ലോപ്പസ്, അങ്ങനെ കാറ്റി പെറി, ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അവരുടെ പേരിൽ സെലിബ്രിറ്റി പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ സെലിബ്രിറ്റി പെർഫ്യൂംസ് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂംസ് അല്ല മോസ്റ്റ് ഓഫ് ദി സെലിബ്രിറ്റി പെർഫ്യൂംസ്. നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ, പക്ഷെ ഞാനതൊരിക്കലും ചീപ്പായിരിക്കും എന്നും പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് യൂഷ്വലി ഇവിടെ നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് പെർഫ്യൂംസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 100 അബവ്, 100, 150, 200 ഒക്കെ പൗണ്ട്സ് വരുന്ന പെർഫ്യൂംസ് ഉണ്ട്. ദാറ്റ് ടു ജസ്റ്റ് ഫോർ 50 ml ഒക്കെ ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങാൻ നമുക്ക് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഉണ്ട്. പക്ഷേ ഈ സെലിബ്രിറ്റി പെർഫ്യൂംസിൻ്റെ ഒരു റേഞ്ച് വരുന്നത് ഒരു 20 to 40 അല്ലെങ്കിൽ 20 to 60 പൗണ്ട്സിൻ്റെ ഒക്കെ ഇടയിലാണ്. മോസ്റ്റ്ലി ഒരു 20 to 30 പൗണ്ട്സിൻ്റെ ഇടയിൽ നമുക്ക് സെലിബ്രിറ്റി പെർഫ്യൂംസ് കിട്ടും. ദാറ്റ് ടു 100 ml ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നു ചീപ്പല്ല, ഒരു 20 to 35 പൗണ്ട്സിൻ്റെ ഇടയിൽ നമുക്ക് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആണ് ഒരു സെലിബ്രിറ്റി പെർഫ്യൂം വാങ്ങുന്നത്. ആ സെലിബ്രിറ്റി പെർഫ്യൂമാണ് ജെനിഫർ ലോപ്പസിൻ്റെ JLO ഗ്ലോ. JLO ഗ്ലോ ആണ് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് വാങ്ങി നോക്കുന്ന ഒരു സെലിബ്രിറ്റി പെർഫ്യൂം. ഞാനിത് 1-2 തവണ ഉപയോഗിച്ചു. ഞാനിത് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചത് ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. ഞാനിത് വാങ്ങിയത് ദ പെർഫ്യൂം ഷോപ്പിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ്. ഓൺലൈനായിട്ടാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബോട്ടിൽ. ഒരു വുമൺലി ടച്ചുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിലാണ് ഇത് വരുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് 100 ml ഒരു ബോട്ടിലാണ്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഏകദേശം ഇത്ര വരെ ഉണ്ടായിരുന്നു കേട്ടോ, 100 ml ആണ് ഉള്ളത്. ഞാനിത് യൂസ് ചെയ്തു. ആൻഡ് ഇതുണ്ടോ അവരുടെ ആ ലോഗോ, JLO എന്ന് പറയുന്ന ജെനിഫർ ലോപ്പസ് ലോഗോ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദാറ്റ് ബ്യൂട്ടിഫുൾ ബോട്ടിൽ. അപ്പം ഇതെനിക്ക്, ഈ സ്പ്രേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ പെർഫ്യൂം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്കങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. വളരെ മൈൽഡായിട്ടുള്ള
ഫ്രാഗ്രൻസസ് ആണ് എനിക്കിഷ്ടം യൂസ് ചെയ്യാൻ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം വളരെ മൈൽഡായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അപ്പം ഇതിന് മുന്നേ ഞാൻ കുറച്ച് പെർഫ്യൂംസൊക്കെ വാങ്ങി നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഭയങ്കര ഓൾമോസ്റ്റ് എല്ലാ പെർഫ്യൂംസും വരുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്റാണ്. പക്ഷേ ഇത് ഞാൻ വാങ്ങിയപ്പം ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൈൽഡ് സ്മെല്ല്, ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് തരുന്ന ഒരു സ്മെല്ലാണ് ഇതിൻ്റേത്. അതായത് ഫ്ലോറൽ ആൻഡ് സിട്രസ് രണ്ടും വരുന്നുണ്ട്. അതിൽ തന്നെ ഫ്ലോറൽ ഒരു ഇഫക്റ്റാണ് കൂടുതൽ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ കുളിച്ചിട്ടൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ആ സോപ്പിൻ്റെയൊക്കെ അല്ലെങ്കിൽ ആ യൂസ് ചെയ്യുന്ന ബോഡി വാഷിൻ്റെ ഒരു ഭയങ്കര ഫ്ലോറൽ ഫ്രാഗ്രൻസ്, ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യല്ലേ. ആ ഒരു ഫ്രഷ്നെസ്സാണ് നമുക്ക് ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് അത് മാത്രമല്ല, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ മണിക്കൂർ, ഒരു 4 hours മിനിമം എന്തായാലും ഈ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. എനിക്ക് ഉപയോഗിച്ചിട്ട് അത് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ക്ലോത്ത്സിലാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞെടുത്ത് നോക്കിയാലും ആ സ്മെല്ല് അങ്ങനെ തന്നെ നമുക്ക് ക്ലോത്ത്സിൽ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്, ഫ്ലോറൽ സ്മെല്ലാണുള്ളത്. പിന്നെ വരുന്നത് ഇതിൻ്റെ സ്മെല്ല് ഞാനിങ്ങനെ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം എഴുതി വെച്ചിരിക്കുക കേട്ടോ. അതിൻ്റെ സ്മെല്ലിൻ്റെ ഫ്രാഗ്രൻസിൻ്റെ ടോപ്പ് നോട്ട്സ് വരുന്നത് ഓറഞ്ച് ഫ്ലവർ, ഗ്രേപ്പ് ഫ്രൂട്ട്സ്, സിട്രസ് ആണ്. ഹാർട്ട് നോട്ട്സ് വരുന്നത് റോസ്, സാൻഡൽവുഡ്, ആംബർ. ആൻഡ് ദ ബേസ് നോട്ട്സ് വരുന്നത് ജാസ്മിൻ, വാനില, മസ്ക്. അപ്പം ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ സ്മെല്ലാണ് ഈ പെർഫ്യൂം വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് 20 pounds ആണ് റേറ്റ് വരുന്നത്. അപ്പം ഇത് ഒരു 1 or 2 pounds അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്ത് ഇപ്പം നമ്മൾ വാങ്ങുന്ന ഷോപ്പിനും അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിനൊക്കെ അനുസരിച്ച് ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. ബട്ട് അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 20 pounds ആണ്. അപ്പോൾ എനിക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ കാർഡ് വെച്ചിട്ട് എനിക്ക് 16 pounds എനിക്കിത് കിട്ടി. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ 100 ml ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സത്യം പറഞ്ഞാൽ 20 pounds എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. പിന്നെ പറയാനുള്ളത് എന്താണ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദ പെർഫ്യൂം ഷോപ്പിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പെർഫ്യൂം വാങ്ങുമ്പോൾ യൂഷ്വലി ഓൾമോസ്റ്റ് എപ്പോഴും തന്നെ ഒരു സാമ്പിൾ പെർഫ്യൂം നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ സാമ്പിൾ പെർഫ്യൂം എന്ന് പറയുന്നത് അർമാനേൻ്റെ ഇൻറ്റൻസ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. അപ്പം ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്മോൾ ബോട്ടിൽ, ഇത് എത്രയാണ് 1.2 ml ഉള്ളൂ. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വാങ്ങാമല്ലോ. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അവരൊരു സാമ്പിൾ പാക്ക് തരുന്നതാണ്. ഇത് അർമാനീൻ്റെ ഇൻറ്റൻസ് എന്ന് പറയുന്ന സ്മെല്ലാണ്. ഇത് നല്ല സ്മെല്ലാട്ടോ. അത് നല്ല ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. ഇത് 100 ml ഒക്കെ വാങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആൻഡ് ഇതെന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത് നല്ല ഫ്രാഗ്രൻസ് ആട്ടോ. ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇതെന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ഞാനങ്ങനെ യൂസ് ചെയ്ത് നോക്കിയില്ല, ഇപ്പോഴാണ് ഞാനത് യൂസ് ചെയ്ത് നോക്കുന്നത്. നല്ലൊരു, ഇതും സ്ട്രോങ് അല്ല പക്ഷെ തീരെ മൈൽഡും അല്ല, അത്യാവശ്യം ഒരു ഫ്ലോറൽ ബേസ് തന്നെയാണ് ഇതിൻ്റെ സ്മെല്ലും. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിൻ്റെയും. ഇതും എനിക്ക് തോന്നുന്നു ലോങ് ലാസ്റ്റ് ചെയ്യാനാണ് സാധ്യത. ബിക്കോസ് അർമാനി ഓഫ് കോഴ്സ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇത് ലാസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂംസ്, അഫോർഡബിൾ ആയിട്ടുള്ളത്, ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂംസ് ഒക്കെ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു പെർഫ്യൂംസ് എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി. ആൻഡ് ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ബോട്ടിൽ തീരുമ്പോഴും ഡിഫറെൻറ്റ് പെർഫ്യൂംസാണ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുന്നത്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എനിക്ക് അതിൻ്റെ കൂടെ സാമ്പിൾ, ഇപ്പം നമുക്ക് സാമ്പിൾ നമുക്ക് ഏതാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ളതാണ് അവർ നമുക്ക് സെൻഡ് ചെയ്യുക. ബട്ട് ദിസ് ഇസ് എ ഗുഡ് വൺ, അർമാനി ഇൻറ്റൻസ്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് മൈ റിവ്യൂ ടുഡേ. JLO, ജെനിഫർ ലോപ്പസ് ഗ്ലോ, വിച്ച് ഐ ലൈക്ക് സോ മച്ച്. ആൻഡ് ഈ ജെനിഫർ ലോപ്പസ് ഗ്ലോ വാങ്ങുന്നതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ ടെഡ് ബേക്കറിൻ്റെ X2O എന്ന് പറയുന്ന
പെർഫ്യൂമാണ് കേട്ടോ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട സെൻറ്റ് തന്നെയായിരുന്നു. ഇതും ഈ പറഞ്ഞ പോലെ തീരെ മൈൽഡല്ല, പക്ഷെ ഭയങ്കര ഇൻറ്റൻസും അല്ല, നല്ലൊരു സ്മെല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 13 പൗണ്ട്സിന് എന്തോ എനിക്ക് സേവേഴ്സിൽ നിന്ന് കിട്ടി. 13 പൗണ്ട്സിനാണെന്ന് തോന്നുന്നു ഞാനിത് വാങ്ങി. ഇത് സ്മെല്ല് നല്ലതാണെങ്കിലും അത്ര ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു 1 hour 2 hour ആകുമ്പോഴേക്കും അതിൻ്റെ സ്മെല്ല് പോവും. അപ്പോൾ അതത്ര ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നില്ല. അതുകൊണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ബോട്ടിലൊക്കെ ഇഷ്ടമായിരുന്നു, അതിൻ്റെ സ്മെല്ലും ഇഷ്ടമായിരുന്നു. ബട്ട് ദ തിങ് ഈസ് ലാസ്റ്റ് ചെയ്യുന്നൊരു സ്മെല്ലല്ല അതിൻ്റേത്. അപ്പം പിന്നെ ഇതിന് മുന്നേ എനിക്ക് ഈ ടെഡ് ബേക്കർ ഉപയോഗിക്കുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്നതാണ് മിസ്ഗൈഡഡിൻ്റെ പെർഫ്യൂം. മിസ്ഗൈഡഡിൻ്റെ അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, ഞാൻ അതിൻ്റെ ബോട്ടിൽ കളയുകയും ചെയ്തു. ആ പെർഫ്യൂം എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് സിട്രസ് സെൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് നല്ല പെർഫ്യൂം, നല്ല സെൻറ്റായിരുന്നു. ബട്ട് അതായത് എനിക്കും ഞാൻ പറഞ്ഞല്ലോ മൈൽഡ് സ്മെല്ല് ഇഷ്ടമുള്ളതുകൊണ്ട് അത് കൂടുതലും സ്ട്രോങ് സെൻറ്റായിരുന്നു. അത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് മിസ്ഗൈഡഡ് നല്ലതാണ്. സോ അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റിവ്യൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ് റിവ്യൂ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിക്കിത് ഉപയോഗിച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് വരുന്നത്. ആൻഡ് ഇറ്റ്സ് സോ അഫോർഡബിൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ജെന്നിഫർ ലോപ്പസ് ഗ്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.